Next type of reaction that is very important and very interesting reaction, alpha halogenation. Hell-Volhard-Zelinsky reaction, that is HVZ reaction. എപ്പോഴും ചോദിക്കാറുള്ളതാണ് HVZ reaction. Okay, that is when a carboxylic acid having alpha hydrogen, ഇതിൻ്റെ പ്രത്യേകത ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബോക്സിലിക് ആസിഡ്സ് മാത്രമാണ് ഈ റിയാക്ഷൻ തരിക. എന്താ ആൽഫ ഹൈഡ്രജൻ? COOHന് അടുത്ത് കിടക്കുന്ന കാർബണാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അതിലുള്ള ഹൈഡ്രജൻസിനെയാണ് ആൽഫ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത്. സോ വെൻ കാർബോക്സിലിക് ആസിഡ് ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ഓർ ബ്രോമിൻ. വി ക്യാൻ യൂസ് ക്ലോറിൻ ഓർ ബ്രോമിൻ in presence of small amounts of red phosphorus. Red phosphorus ആണ് അവിടെ catalyst. Red phosphorus, the alpha hydrogen atoms are replaced by chlorine or bromine to form alpha halogenated acid. അതായത് ഈ എച്ച് മാറിയിട്ട് അവിടെ ഹാലജൻ വരും. അപ്പോൾ എന്താ പറയുക? ആൽഫ ഹാലോജനേറ്റഡ് ആസിഡ്. ദാറ്റ് ഈസ് ആൽഫ ഹാലോജനേഷൻ. കാർബോക്സിലിക് ആസിഡ്സ് ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ react with chlorine or bromine in presence of red phosphorus to form alpha halogenated acid, and this reaction is termed as HVZ reaction or Hell-Volhard-Zelinsky reaction. The reaction can be represented as RCH2COOH. ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ആൻഡ് വി നീഡ് ക്ലോറിൻ ഓർ ബ്രോമിൻ. അപ്പോൾ ഞാൻ X2 എന്ന് എഴുതാണ്. ഓക്കെ, ആൻഡ് റെഡ് ഫോസ്ഫറസ്. സോ യൂഷ്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എച്ചും ഇതിലുള്ളൊരു എക്സും കമ്പൈൻ ചെയ്ത് -HX ആവും. ബാക്കി ഒരു എക്സ് അല്ലേ ഉള്ളത്, അതാണ് ഈ ഹൈഡ്രജൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത്. RCHX COOH, that is alpha halogenated acid. For example, propionic acid CH3 or propanoic acid CH3CH2COOH when react with the bromine in presence of red phosphorus, HBr അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. You will get CH3CHBr COOH, that is alpha bromo അല്ലെങ്കിൽ 2-bromo propanoic acid. 2-bromo propanoic acid. ഹാലജനേഷൻ നടന്നു. ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഹാലജൻ വന്നു. ദാറ്റ് ഈസ് ദ HVZ റിയാക്ഷൻ. സോ എന്താ HVZ റിയാക്ഷൻ? ആൽഫ ഹാലജൻ അല്ലേ? ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു ഹാലജൻ വരുന്നേ ഉള്ളൂ. പക്ഷേ മെക്കാനിസം കുറച്ചുകൂടി നടക്കുന്നുണ്ട് മെക്കാനിസത്തിൽ. ഓക്കെ, ആൻഡ് ദിസ് HVZ റിയാക്ഷൻ ഈസ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് PBr3. ആദ്യം ഉണ്ടാകുന്നത് അവിടെ PBr3 ആണ് ഉണ്ടാകുന്നത്. ഇഫ് വി ആർ യൂസിങ് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് കേട്ടോ. നമ്മൾ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ചെയ്യുമ്പോൾ ദാറ്റ് ഫോസ്ഫറസ് വിൽ റിയാക്ട് വിത്ത് ബ്രോമിൻ. 3 ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് 2PBr3. ഇതാണ് നമ്മുടെ ആക്റ്റീവ് കേട്ടോ. നമ്മൾ എടുക്കുന്നത് റെഡ് ഫോസ്ഫറസും ബ്രോമിനുമാണ്. ഫസ്റ്റ് ദേ റിയാക്ട് ടുഗദർ ടു ഫോം PBr3. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് നമ്മൾ പഠിച്ചത്, ട്രൈ ബ്രോമൈഡ്. ഓക്കെ, ദെൻ വി ക്യാൻ ചെക്ക് ദ സ്റ്റെപ്പ് 1. എന്നാൽ എല്ലാവരും പറയൂ, ആദ്യം എന്താ ഉണ്ടാവുക? നമ്മുടെ അടുത്ത് കയ്യിലുള്ളത് ആരാണ്? ആസിഡ് അല്ലേ? RCH2COOH. എന്താ RCOOH എന്ന് എഴുതാഞ്ഞ ടീച്ചറെ? കാരണം ആൽഫ ഹൈഡ്രജൻ വേണം അല്ലേ? അപ്പോൾ RCH2COOH പ്ലസ് PBr3 ആണ് നമ്മൾ എടുക്കുന്നത്. PBr3 നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിച്ചതാണ് അല്ലേ? ഏതാണ്? ആസിഡ് ക്ലോറൈഡ് ഉണ്ടാവുക പറഞ്ഞില്ലേ, OH മാറിയിട്ട്. അതുപോലെ ആസിഡ് ബ്രോമൈഡ് ഉണ്ടാവും. PCl3 ആകുമ്പോൾ നമ്മളിവിടെ 3 വേണമെന്ന് പഠിച്ചു. ഓക്കെ, സോ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 3RCH2COOH മാറി അവിടെ ബ്രോമിൻ വരും അല്ലേ? ദിസ് ഈസ് അസൈൽ ബ്രോമൈഡ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അസൈൽ ക്ലോറൈഡ് ആയിരുന്നു. ഇവിടെ അസൈൽ ബ്രോമൈഡ് പ്ലസ് H3PO3 വരും. ഓക്കെ, ഇത് കൺഫ്യൂഷനില്ലല്ലോ. സ്റ്റെപ്പ് 1 ഇതാണ്. 2PBr3 ആണ് ആക്റ്റീവ് സ്പീഷീസ്. അത് നമ്മൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ OH മാറിയിട്ട് അവിടെ BR വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആസിഡ് ബ്രോമൈഡ് കിട്ടി. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഈനോളൈസേഷൻ എന്ന് പറയും. ഈനോളൈസേഷൻ അതായത് ഈ CH2CO ഈനോളായി മാറും. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കീറ്റോ ഈനോൾ ടോട്ടോമറിസം എന്താ എന്നറിയുമോ? കീറ്റോ ഈനോൾ ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു ഓർമ്മ. ഒരു നോക്കൂ, അസറ്റോൺ എടുക്കുക വിചാരിച്ചോളൂ. CH3COCH3 അസറ്റോൺ.
ഓക്കെ, അസറ്റോൺ എന്ത് ചോദിച്ചാൽ ഇത് കീറ്റോൺ ഗ്രൂപ്പാണ്, അത് ഈനോളായിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈനോൾ ഫോം എന്ന് പറയുന്നത് CS2, ഇവിടെ ഞാൻ H എഴുതി. ഓക്കെ, അതായത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഹൈഡ്രജനെ ഈ ഓക്സിജൻ അബ്സ്ട്രാക്ട് ചെയ്തും. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ് CH2 ഡബിൾ ബോണ്ട് COH CH3 എന്ന് എഴുതാൻ പറ്റും. അത് കീറ്റോ ഗ്രൂപ്പ്, ഇത് ഈൻ ഓൾ. സോ ദിസ് ഇസ് കീറ്റോ ഈനോൾ ടോട്ടോമർസ്. അപ്പോൾ CH2 CO എന്നുള്ളൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായെങ്കിൽ അതിന് ഈനോളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈനോൾ ട്രാൻസ്ഫോർമേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, സോ നമ്മൾ സ്റ്റെപ്പ് 2 നോക്കണം, ഈനോളൈസേഷൻ. നമ്മുടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് അസൈൽ ബ്രോമൈഡാണ് അല്ലേ. അപ്പോൾ ഈനോൾ, ആ അസൈൽ ബ്രോമൈഡിനെയാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് RCS2 COBr. അതിനി ഈനോൾ ഫോമിലേക്ക് പോവുകയാണ്. ഈനോൾ ഫോം എന്ന് വെച്ചാൽ ഈനാവുക, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ CO എന്നുള്ളത്, അപ്പോൾ ഓക്കൊരു മൈനസ് ചാർജ് കിട്ടില്ല, അവിടേക്കാണ് ഈ ഹൈഡ്രജൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? we can represent like RCH ഡബിൾ ബോണ്ട് വന്നു, ഇത് COH ആയി മാറി, then BR, that it is an ഈനോൾ എന്ന് പറയും, ഈൻ ഓൾ. അപ്പോൾ ഇതൊരു ടോട്ടോമേഴ്സ് ആണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഇതുണ്ടായിരിക്കും ഇതുമായിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ കോമ്പൗണ്ട് ഉണ്ടായത്. ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഈനോൾ ഫോം. ഇനി സ്റ്റെപ്പ് 3ൽ റിയാക്ട് ചെയ്യുന്നത് നമ്മളുടെ ഈനോളാണ്. ഈ ഈനോളാണ് സ്റ്റെപ്പ് 3ൽ റിയാക്ഷൻ നടക്കുന്നത്, അതായത് ഹാലോജനേഷൻ ഓഫ് ഈനോൾ ആണ് നടക്കുന്നത്. ഹാലോജനേഷൻ ഓഫ് ഈനോൾ ടു ഈൽഡ് എന്താ നമുക്ക് കിട്ടുക? ആൽഫ. ഹാലോജനേഷൻ ബ്രോമിനേഷൻ ആണല്ലോ, അപ്പോൾ ആൽഫ ബ്രോമോ, നമ്മളുടെ കോമ്പൗണ്ട് എന്താണ്? ഇത് അസറ്റൈൽ ബ്രോമൈഡ് അല്ലേ, ആൽഫ ബ്രോമോ അസറ്റൈൽ ബ്രോമൈഡ് കിട്ടും. ഇത്ര പറഞ്ഞാൽ മതി, ഹാലോജനേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റിന് നമ്മൾ എഴുതും എന്താണ്? നമ്മുടെ ഈനോളാണ് അല്ലേ, RCH ഡബിൾ ബോണ്ട് COOH BR. ഇതാണല്ലോ നമ്മളുടെ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഹാലോജനേഷൻ നടക്കുക. ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? BR ആണ് അല്ലേ. ഇനി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ കാർബണിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടില്ലേ? ഓക്കെ, ദെൻ ഈ ഓക്സിജൻ ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാർബണിൻ്റെ ബാലൻസ് ഇതാവില്ല, അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ H+ ഇവിടെ വരും, ഇവിടെ H+ഉം ഇവിടെ C- ആവും അല്ലേ. ഈ H+ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബ്രോമിൻ ഇവിടെ സ്പ്ലിറ്റിംഗ് നടന്നിട്ട് BR ആവും, ഇത് BR+ ആവും. അതിൽ ആരാണ് ഇവിടേക്ക് വരിക? ഇവിടെ C- ആണ് ആയത് അല്ലേ, അപ്പോൾ സിയുടെ അടുത്തേക്ക് BR- വരും, അതായത് അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇതിലെ H ആരുടെ അടുത്തേക്ക് പോവും? ഈ BRൻ്റെ അടുത്തേക്ക് പോകും. H+ ആയിട്ടല്ലേ വരുന്നത്. ഓക്കെ, സോറി, ഇങ്ങനെ H ഇയാളുടെ അടുത്തേക്ക് പോകും അല്ലേ, ഈ BRൻ്റെ അടുത്തേക്ക് പോകും. ഇത് BR+, ആ BR+ ആണ് CHൻ്റെ അടുത്തേക്ക് വരിക. മനസ്സിലായി മക്കളെ? സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CH- ഉള്ളിടത്തേക്ക് BR വന്നു, ആൻഡ് ഇവിടെ സിംഗിളായി ഇത് ഡബിൾ ബോണ്ടായി BR ഇങ്ങനെ തന്നെ വന്നു. ഓക്കെ, സോ ഇതെന്താണ്? ആൽഫ ബ്രോമോ അസൈൽ ബ്രോമൈഡ്, ആൽഫ ബ്രോമോ അസൈൽ ബ്രോമൈഡ്. സോ സ്റ്റെപ്പ് 3 മനസ്സിലായില്ലേ? അസൈൽ ബ്രോമൈഡ് ഉണ്ടാകുന്നത് വരെ ഈനോളൈസേഷൻ മനസ്സിലായില്ലേ? ദെൻ ഹാലോജനേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും, മൈനസ് ചാർജ് വരും. അറ്റ് ദ സെയിം BR സ്പ്ലിറ്റ് ചെയ്ത് BR+ഉം മൈനസോ, BR+ ഇങ്ങോട്ടേക്ക് വരും, മൈനസ് ഈ ഹൈഡ്രജനെയും കൊണ്ട് പോരും, അപ്പോൾ നമുക്ക് HBr+HBr വരും. Okay, so you will get alpha halogenated acyl bromide. Okay, this acyl bromide will undergo exchange reaction with unreacted acid. ഈ acyl bromide, അതായത് ആൽഫ ഹാലോജനേറ്റഡ് അസൈൽ ബ്രോമൈഡ് ദാറ്റ് വിൽ റിയാക്ട് വിത്ത് അൺറിയാക്റ്റഡ് ആസിഡ്, അതായത് നമ്മൾ റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ എക്സ്ചേഞ്ച്, ഈ BR ഇങ്ങോട്ടേക്ക് പോവും, ഈ OH ഇങ്ങോട്ടേക്കും വരും, അപ്പോൾ എന്ത് വരും? RCHBr COOH ആയി മാറി, ഇയാൾ എന്തായി മാറി? RCS2 COBr ആയി അല്ലേ. ഇത് വീണ്ടും മറ്റേ റിയാക്ഷൻ നടന്ന് അങ്ങനെ നടക്കുക. സോ അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഹാലോജനേറ്റഡ് ആസിഡ് കിട്ടും. ഈ റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ അൺറിയാക്റ്റഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ നേരെ ആൽഫ ഹാലോജനേറ്റഡ് അസൈൽ ബ്രോമൈഡ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. വാട്ടർ ഹൈഡ്രോളിസിസ് നടത്തിയാലും എന്ത് സംഭവിക്കും? RCHBr COOH ആയി മാറും. സോ
ഇങ്ങനെ എക്സ്ചേഞ്ച് റിയാക്ഷൻ വിത്ത് അൺറിയാക്റ്റഡ് ആസിഡ് നടത്താം, അല്ലെങ്കിൽ ജസ്റ്റ് ഹൈഡ്രോളൈസ് ചെയ്താലും നമുക്ക് കിട്ടും. സോ മെക്കാനിസം ഒന്നുകൂടി പറഞ്ഞു തരാം. ആക്റ്റീവ് സ്പീഷീസ് ഇസ് ദ PbR3 ഫോംഡ് ബൈ റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ആൻഡ് ബ്രോമിൻ. ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബ്രോമിനേഷൻ, അതായത് അസൈൽ ബ്രോമൈഡ് ഉണ്ടാവും, OH മാറി ബ്രോമിൻ വരും. ദെൻ ഈനോളൈസേഷൻ എന്ന് പറയും, അതായത് കീറ്റോ ഈനോൾ ടോപ്പോമറൈസേഷൻ നടക്കുകയാണ്, ആ COOH ആയി മാറും. ദെൻ ഹാലജനേഷൻ നടക്കും. ദെൻ എക്സ്ചേഞ്ച് വിത്ത് അൺറിയാക്റ്റഡ് ആസിഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റെപ്പ് 4 പകരം ഇതിലേക്ക് കുറച്ച് വാട്ടർ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് ദാറ്റ് ഈസ് HVZ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് മെക്കാനിസം. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ CH2COOH സിംപ്ലി നമുക്ക് എഴുതാം ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് PbR3. ഇത്രയും വേണമല്ലോ, PbR3 വേണം, പിന്നെ ബ്രോമിൻ ആഡ് ചെയ്യേണ്ട, അപ്പം -HBr പോകുന്നുണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ അല്ലേ HBr പോകുന്നു, അത് അത്രയും നമ്മൾ എഴുതണം. സോ എന്ത് സംഭവിക്കുന്നു, CH3 CH2 ഇത് CHBr ആയി മാറി, ഇത് COOBr ആയി മാറി. ഇത് വേറൊരു ഇതേ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഓർ അനദർ വേ ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പോൾ എന്ത് കിട്ടും, CH3 CH2 CHBr COOBr. ഓക്കെ, എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ്, ഇതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ എഴുതണം. കൺസിഡർ ദിസ് കോമ്പൗണ്ട് ബോണ്ട് ലൈൻ ഫോമിലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. യു വാണ്ട് ടു find the product. ഓക്കെ, ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് PR2 അല്ലെങ്കിൽ PbR3 എന്ന് കൊടുത്തു. അപ്പോൾ -HBr ഇവിടെയാണ് ആഡ് ചെയ്യുക അല്ലേ. ഓക്കെ, സോ such combinations you may write okay, so chlorine in presence of PCl3 വരും. ഓക്കെ, ഇനി സോ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഇത് ഇത്ര COHൻ്റെ അടുത്തുള്ളതിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ബ്രോമിൻ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോറിൻ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ബോണ്ട് ലൈൻ ഫോമിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു എന്നുള്ളൂ. ദെൻ ഇഫ് യു ആർ യൂസിങ് എക്സസ് ഹാലജൻസ് ഉണ്ടെങ്കിൽ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടോ അതെല്ലാം ഹാലജനേഷൻ നടക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് അസറ്റിക് ആസിഡ് ആണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് -HCl ആണ് നമ്മൾ സോ CH2Cl ആയി അല്ലേ, ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അത് COH ആയി മാറി. ഓക്കെ, വീണ്ടും നമ്മൾ റിയാക്ഷൻ നടക്കും, ക്ലോറിൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് നടക്കുമ്പോൾ അത് CHCl2COH ആയി മാറും. വീണ്ടും നമ്മൾ ഈ റെഡ് ഫോസ്ഫറസ് ക്ലോറിൻ നടത്തുമ്പോൾ CCl3COH ആയി മാറും. സോ if you are using excess halogens, all the alpha hydrogens will be replaced by the halogen atoms. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. The importance of HVZ reaction is that the product alpha halogenated acid is an important intermediate for the preparation of many alpha substituted acid. ഈ ആൽഫയിൽ ഒരു ബ്രോമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രോമിനെ മാറ്റി പല ഗ്രൂപ്പ് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ആസിഡിൻ്റെ പല ഡെറിവേറ്റീവ്സും ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ നമ്മുടെ ആസിഡ് എടുത്തു, അതിൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ചെയ്താൽ ഇവിടുത്തെ H മാറി അവിടെ ബ്രോമിൻ വന്നു അല്ലേ. ഇഫ് യു ആർ ട്രീറ്റിംഗ് ദാറ്റ് ആൽഫ ഹാലജനേറ്റഡ് ആസിഡ് വിത്ത് അമോണിയ, ബ്രോമിൻ മാറിയിട്ട് അവിടെ NH2 വരും, അമോണിയം സോൾട്ടും വരും. ഇനി ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ നേരെ COH, അപ്പോൾ അമിനോ സബ്സ്റ്റിറ്റ്യൂൻ്റ് കൊണ്ടുവരാൻ പറ്റും. ഇഫ് യു ആർ ട്രീറ്റിംഗ് വിത്ത് NaCN, ബ്രോമിൻ മാറി അവിടെ സയനോ ഗ്രൂപ്പ് കൊണ്ടുവരാൻ പറ്റും. ഇഫ് യു ആർ യൂസിങ് NaOH, ബ്രോമിൻ മാറ്റി അവിടെ OH കൊണ്ടുവരാൻ പറ്റും. ഇഫ് യു ആർ യൂസിങ് ആൽക്കഹോളിക് KH, ഇത് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എലിമിനേഷൻ റിയാക്ഷനാണ് ആൽക്കഹോളിക് KOH. എപ്പോഴും നമ്മൾ KOH എന്ന് പറയുമ്പോൾ എന്തും എഴുതും, നിങ്ങൾ ഈ BR മാറ്റിയിട്ട് അവിടെ OH എഴുതാനുള്ള ചാൻസാണ് കൂടുതൽ. ആൽക്കലൈൻ ആണെങ്കിലാണ് നിങ്ങൾക്ക് KOH, അല്ലെങ്കിൽ വെറും KOH എന്ന് മാത്രം എഴുതുകയാണെങ്കിലാണ് ഇവിടെ OH എഴുതാൻ പാടുള്ളൂ. ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എലിമിനേഷനാണ് നടക്കുക. ഇവിടുന്ന് Hഉം ഇവിടുന്ന് BRഉം എലിമിനേറ്റ് ചെയ്തിട്ടൊരു ആൽക്കീനാണ് കിട്ടുക, -HBr. ഇവിടുന്ന് H പോയിട്ട് ആ ബോണ്ടിങ് ഷിഫ്റ്റ് ചെയ്യുക, ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ആൽക്കീൻ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ആൽക്കഹോളിക് KOH വെച്ച് ചെയ്യുമ്പോൾ ഒരു ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ HBr എലിമിനേറ്റ് ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് HVZ റിയാക്ഷൻ. ഓക്കെ, ദെൻ
നമ്മൾ ഈ മെക്കാനിസം പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങളൊരു ഇത്രയും നമ്മൾ മെക്കാനിസം ഡിസ്കസ് ചെയ്തപ്പോൾ RCH, അപ്പോൾ CH3COOH അസറ്റിക് ആസിഡ് വെച്ചിട്ട് ഈ മെക്കാനിസം മുഴുവൻ ഒന്ന് നിങ്ങൾ എഴുതി നോക്കൂ കേട്ടോ. അതായത് ഇവിടെ സ്റ്റാർട്ടിങ് അസറ്റിക് ആസിഡാണ്, എന്നിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് എഴുതി നോക്കൂ, അപ്പോൾ പഠിയും. ഓക്കെ, next we want to study the last reaction, decarboxylation reaction. Decarboxylation means CO2 eliminate ചെയ്യുന്ന reaction ആണ് and can be done by two way, one with the action of soda lime and other by Coates electrolysis. First we want to deal with the action of soda lime on sodium carboxylates. Salt ആണ് എടുക്കുന്നത്, sodium carboxylate. Soda lime is a mixture of 3:1 mixture of sodium hydroxide and calcium oxide. അതിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ സോഡ ലൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രസൻസിൽ ഡീകാർബോക്സിലേഷൻ നടക്കും. So we are checking decarboxylation action of soda lime on sodium carboxylate. അപ്പോൾ നമ്മളൊരു സോൾട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ ദ സോൾട്ട് ക്യാൻ ബി സോഡിയം സോൾട്ട് മീൻസ് COONA, sodium salts of carboxylic acid when treated with soda lime. Soda lime is a mixture of sodium hydroxide and calcium oxide. We want to just heat it. So here we can see that COONA ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത് ആക്ച്വലി. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു RH. ബാക്കിയുള്ളത് നോക്കൂ, H അല്ല, RH പ്ലസ് Na2CO3. സോഡിയം കാർബണേറ്റ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ടിന് എന്ത് സംഭവിച്ചു, ആ CO2 എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് RH. ദാറ്റ് മീൻസ് sodium carboxylate when react with soda lime, an alkane will be produced with 1 carbon less than the parent acid. Parent acidനേക്കാൾ ഒരു കാർബൺ ലെസ് ആയിട്ടുള്ള ഒരു ആൽക്കെയിനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊപ്പനോയിക് ആസിഡ് എടുത്താൽ നമുക്ക് ഈത്തൈൻ കിട്ടും, അസറ്റിക് ആസിഡ് എടുത്താൽ നമുക്ക് മീത്തൈൻ കിട്ടും. അപ്പോൾ ഒരു കാർബൺ ആറ്റം കുറവുള്ള ആൽക്കെയിനാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ അസറ്റിക് ആസിഡ് എടുക്കുന്നത് CH3COONA, അസറ്റിക് ആസിഡിൻ്റെ സോൾട്ട് പ്ലസ് വി ഹാവ് NaOH, കാൽസ്യം ഓക്സൈഡ് വേണം. ഹീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് CH4. ഈ ഇങ്ങനെ പോവും ഈ ഒരു എച്ചും, അപ്പോൾ CH4 പ്ലസ് Na2CO3. ഇതാണ് പ്രോഡക്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും ബ്യൂട്ടനോയിക് ആസിഡിന് എന്ത് കിട്ടുന്നു എന്ന് എഴുതൂ കേട്ടോ. CH3, CH2, CH2, COOH action with the soda lime and you want to write the product. Okay, and the need of calcium oxide is that it will provides high temperature provide ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡെലിക്വിസൻ്റ് ആണ് അല്ലേ, ഇങ്ങനെ ഒരു വെള്ളം ഒലിച്ച് നിൽക്കുന്ന ഡെലിക്വിസൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം ഓക്സൈഡ് വിൽ പ്രൊവൈഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് ഈ റിയാക്ഷൻ. ഇനി അരോമാറ്റിക് ആസിഡ്സും ഇത് തന്നെ തരും. C6H5COONA, സോഡിയം ബെൻസോയേറ്റ് ആണെങ്കിൽ യു ഹാവ് ദ സെയിം റിയാക്ഷൻ, യു വിൽ ഗെറ്റ് ബെൻസീൻ കിട്ടും അല്ലേ, C6H6 പ്ലസ് Na2CO3. ഓക്കെ, so that is about the decarboxylation നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യാണ് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. then you will get the corresponding alkane, 1 carbon less than the parent. ആസിഡിനേക്കാൾ 1 ആറ്റം കുറവ്, 1 carbon less ആയിരിക്കും. we can check the mechanism is very simple. നമുക്കറിയാം RCOOH ആണ് അല്ലേ നമ്മുടെ മോളിക്യൂള്. ഓക്കെ, ഇതിൽ നിന്ന് H+ പോവും, അസിഡിറ്റി കാരണം H+ പോവും. ഓക്കെ, സോ വി വിൽ ഗെറ്റ് H+ റിലീസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, RCO. ഈ ഓക്സിജൻ അതിൻ്റെ ലോൺ പേഴ്സിനെ കൊടുത്തിട്ടാണ് പോകുന്നതല്ലേ, അപ്പോൾ ആ COO മൈനസും ഡബിൾ ബോണ്ടഡ് O വരും അല്ലേ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഈ ലോൺ ഇലക്ട്രോൺ പേഴ്സ് R-ലേക്ക് പോകും. ഓക്കെ, സോ വി ഹാവ് R- അല്ലേ, R- അല്ലേ ഉണ്ടാവുക അങ്ങോട്ട്, പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തു. ഇതാ ഇവിടുന്ന് പോയ C ഡബിൾ ബോണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ R- H കമ്പൈൻ ചെയ്തിട്ടാണ് RH ഫോം ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ മെക്കാനിസം. സോ ഇത്ര സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്, യു വിൽ ഗെറ്റ് an alkane containing 1 carbon atom less than the parent. ഓക്കെ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫോമിക് ആസിഡ് ആണ് വിചാരിച്ചോളൂ. HCOOH ആണെങ്കിൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇഫ് യു ആർ യൂസിങ് കാൽസ്യം സോൾട്ടാണ്, ഇവിടെ സോഡിയം എന്നുള്ളതിന് പകരം നമ്മൾ കാൽസ്യം സോൾട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ആൾഡിഹൈഡും കീറ്റോണൊക്കെയാണ്. അത് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ പ്രിപ്പറേഷൻ ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ കാൽസ്യം സോൾട്ട്സ് ഓഫ്
carboxylic acids and heat ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും ആണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഡീകാർബോക്സിലേഷൻ ബൈ സോഡ ലൈം, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഡീകാർബോക്സിലേഷൻ. നെക്സ്റ്റ് മെത്തേഡാണ് കോൾസ് ഇലക്ട്രോളിസിസ്. കോൾസ് ഇലക്ട്രോളിസിസ് ഓർ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്ന് പറയും. കോൾസ് ഇലക്ട്രോളിസിസ് ഓർ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. ഇവിടെ an aqueous solution of sodium or potassium salt of carboxylic acid ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. aqueous solution of sodium or potassium salts of carboxylic acid on electrolysis. നമ്മൾ ആനോഡും കാഥോഡും വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ഇലക്ട്രോളിസിസ് gives an alkane. ആൽക്കൈൻ തന്നെയാണ് കിട്ടുക, ബട്ട് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റ് ആനോഡിൽ. ആനോഡിൽ ആൽക്കൈൻ ഉണ്ടാവും, കാഥോഡിൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾസ് ഇലക്ട്രോളിസിസ്. സോ ഡീകാർബോക്സിലേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. അതിൽ aqueous concentrated solutions of sodium salt of acid, sodium or potassium. aqueous concentrated salt ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, 2RCONA ആൻഡ് ഇറ്റ് ഈസ് aqueous എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ഇവിടെ എഴുതാം. ഇതിനെ ഇലക്ട്രോളിസിസ് ആണ് ചെയ്യുന്നത്. ഇതൊരു ആനോഡും കാഥോഡും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. സോ വി ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഈ 6 കമ്പൈൻ ചെയ്യും. 6. അപ്പോൾ നോക്കൂ, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കില്ല എങ്ങനെ ആയാലും ഇത്. സോ യു വിൽ ഗെറ്റ് ആൻ ആൽക്കെയിൻ വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്ലസ് CO2 അപ്പോൾ 2 CO2 എലിമിനേറ്റിംഗ് പ്ലസ് 2 NaOH ആൻഡ് ഹൈഡ്രജൻ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും. ഇത് ആനോഡിലുണ്ടാവും, ഇത് കാഥോഡിലുണ്ടായിരിക്കും. സോ നമുക്ക് അസറ്റിക് ആസിഡ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? സോഡിയം അസറ്റേറ്റ് ആണെങ്കിൽ 2 സോഡിയം അസറ്റേറ്റ് അല്ലേ, അതിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഈത്തേൻ കിട്ടും. ഓക്കെ, പ്ലസ് ദ സൈഡ് പ്രോഡക്റ്റ്. അതാണ് കോൾസ് ഇലക്ട്രോളിസിസ്. നൗ ജസ്റ്റ് ചെക്ക് ദ മെക്കാനിസം ഇൻവോൾവ് ഇൻ ദി റിയാക്ഷൻ. മെക്കാനിസം ഇതൊരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ആൻഡ് ദ മെക്കാനിസം ക്യാൻ ബി ലൈക്ക് ദിസ്. ഫസ്റ്റ് ദ റിക്വേഴ്സ് അയണൈസേഷൻ. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ നടക്കും അല്ലേ. വി ഹാവ് CH3COO ആണ് നമ്മൾ എടുക്കുന്നത്, സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട്. അത് അയണൈസ് ചെയ്യും. 2CH3COO മൈനസും പ്ലസ് 2 Na പ്ലസും. ഇതാണ് അയണൈസേഷൻ നടക്കുന്നത്. ഇനി ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് എങ്ങോട്ടേക്കാണ് പോവുക? ആനോഡിലേക്കല്ലേ പോവുക. നെഗറ്റീവ് ചാർജ് ഉള്ളതെല്ലാം ആനോഡിലേക്ക് പോകും. സോ അറ്റ് ആനോഡ് ദ റിയാക്ഷൻ ഈസ്, ആനോഡിൽ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2CH3COO മൈനസ്. CH3COO മൈനസ് ആണ് അല്ലേ. അപ്പം നമുക്ക് COO മൈനസ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്സിജന് ചോദിച്ചു ഈ മൈനസ് ചാർജ് എങ്ങനെയാണ് കിട്ടിയത്? H+ പോയിട്ടുള്ള എക്സസ് ചാർജാണ് അല്ലേ, മൈനസ്. ഓക്കെ, ദെൻ ഇത് -2 ഇലക്ട്രോൺ ആനോഡിൽ പോയിട്ട് 2 ഇലക്ട്രോണിനെ ആനോഡിന് കൊടുക്കും. ആനോഡിന് കൊടുക്കല്ലേ ചെയ്യുക ഇലക്ട്രോണിന്. ഓക്കെ, സോ 2 ഇലക്ട്രോണിനെ ആനോഡിന് കൊടുത്താൽ ഇത് എന്തായി മാറും? 2CH3COO ഡോട്ടായി മാറി. ഈ 2 അതായത് ഇവിടെ നോക്കൂ, 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ മൈനസ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 ഇലക്ട്രോൺ അല്ലേ. എപ്പോഴും മൈനസ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു എക്സസ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, ആ 1 ഇലക്ട്രോണും ഈ 1 ഇലക്ട്രോണും പോയി കഴിഞ്ഞാൽ ഒരു ഡോട്ട് മാത്രമാവില്ല ഇവിടെ. സോ ദാറ്റ് ഈസ് ഓക്സിജൻ ഫ്രീ റാഡിക്കലാണ് അവിടെ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് അസറ്റേറ്റ് റാഡിക്കൽ. ഓക്കെ, അതായത് ആദ്യം അയണൈസേഷൻ നടന്ന CO-. അപ്പോൾ മൈനസ് ചാർജ് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്. ഐ തിങ്ക് അതിൽ മൈനസ് വരാനുള്ള കാരണം ഒന്ന് ഓക്സിജൻ്റെയാണ്, ഒന്ന് ഹൈഡ്രജൻ്റെ. അപ്പോൾ CO- എന്ന് എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് ഈ 2 മോളിക്യൂളും 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ 1 ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കം O ഡോട്ടായി നിൽക്കും അല്ലേ. ആക്ച്വലി ഇത് ഈ 2 ഇലക്ട്രോണാണ്, ഒന്ന് ഓക്സിജൻ്റെ ആണ്, ഒന്ന് ഹൈഡ്രജൻ്റെ ആണ്. ഹൈഡ്രജൻ അല്ല, സോഡിയത്തിൻ്റെ അല്ലേ. ഓക്കെ, അല്ല ഹൈഡ്രജൻ നേരത്തെ പോയ ഹൈഡ്രജൻ്റെ ആണ്. ഓക്കെ, CO-. അപ്പോൾ ഈ 2 ഇലക്ട്രോണിൽ ഇത് 2 മോളിക്യൂളാണ്, അതുകൊണ്ടാണ് നമ്മൾ -2 ഇലക്ട്രോൺ എന്ന് എഴുതിയത്. സോ 2CH3COO ഡോട്ട് അസൈൽ ഫ്രീ അസറ്റേറ്റ് റാഡിക്കലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഡോട്ട് മനസ്സിലായില്ലേ?
കൺഫ്യൂഷൻ ഇല്ലല്ലോ, രണ്ടുണ്ട്, അതിൽ ഒരു ഇലക്ട്രോണിനെ ഒരാൾ കൊടുത്തു, അവൻ 2 പേരുണ്ടായതുകൊണ്ട് O ഡോട്ട് വന്നു. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ക്ലീവ് ചെയ്യും, ഈ ബോണ്ട് ക്ലീവ് ചെയ്ത് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകും, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകും. ആ ഒരു ഇലക്ട്രോണും ഈ ഒരു ഇലക്ട്രോണും കമ്പൈൻ ചെയ്ത് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ CO2 അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. സോ വി ഹാവ്, ഇത് സിംഗിൾ ഹെഡ് ഹൂക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടും 2CH3 ഡോട്ട് കിട്ടും അല്ലേ. ആ 2 CH3 കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് CH3 കിട്ടുന്നത്. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. മനസ്സിലായാലും മക്കളെ, അയണൈസേഷൻ നടക്കും, എന്നിട്ടൊരു ഫ്രീ റാഡിക്കൽ ഇലക്ട്രോൺസിനെ ആനോഡിന് സപ്ലൈ ചെയ്യുമ്പോൾ ആനോഡ് ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അതിൽ നിന്ന് വീണ്ടും ഒരു ഫ്രീ റാഡിക്കൽ, ആൽക്കൈൽ ഫ്രീ റാഡിക്കൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ഉണ്ടാകുന്നത്. ഇനി കാഥോഡിൽ ഉണ്ടാകുന്നത്, അറ്റ് കാഥോഡ് വി ഹാവ് ദ റിയാക്ഷൻ, വാട്ടർ ഉണ്ട്, കാഥോഡ് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് അല്ലേ. H2O റിയാക്ട് ചെയ്തിട്ട് OH- H ഡോട്ടും ഉണ്ടായിരിക്കും. ആ H ഡോട്ടും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യും. സോ ആനോഡിൽ ആൽക്കെയിൻ ഉണ്ടാവും, കാഥോഡിൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യും. അപ്പോൾ ആൽക്കെയിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് കണ്ടെയ്ൻ ഈവൻ നമ്പർ. നോക്കൂ, 2 എടുക്കുമ്പോൾ എത്ര, നമ്മളിപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ആണെങ്കിലും എപ്പോഴും പ്രോഡക്റ്റ് ഈവൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് കോർപ്സ് ഇലക്ട്രോൺ. സോഡിയം സോൾട്സ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് ആൽക്കെയിൻ ഇൻ ദ anode and hydrogen in the cathode. So today we discussed about the rest of the chemical reactions of carboxylic acids. First, the reaction that is cleavage of OH bond. That is first thing, formation of acid chlorides. That is, this OH can be replaced by halogens. So that is reaction with the PCl5, PCl3, SOCl3 etc. SOCl2 etc. You will get corresponding acid chlorides. Next, formation of amides, reaction with ammonia. OH മാറ്റി നമുക്കത് അവിടെ NH2 കൊണ്ടുവരാം. നെക്സ്റ്റ്, റിയാക്ഷൻ ഓഫ് എസ്റ്റേഴ്സ്. OH ആസിഡ്സ് ആൽക്കഹോൾസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ OH മാറ്റിയിട്ട് അവിടെ OR ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എസ്റ്റേഴ്സ്. അവിടെ നമ്മൾ ഫിഷർ എസ്ട്രിഫിക്കേഷൻ പഠിച്ചു. ദാറ്റ് ഈസ് ഡ്രൈ HClൻ്റെ പ്രസൻസിൽ അതൊരു ബെറ്റർ ഈൽഡ് കിട്ടുന്ന റിയാക്ഷനാണ്. മെക്കാനിസം എന്ന് പറയുന്നത്, ഒരു കാർബോ കാറ്റയോൺ ഉണ്ടാവും, ആ കാർബോ കാറ്റയോണിനെ പോയിട്ട് ആൽക്കഹോൾ അറ്റാച്ച് ചെയ്യും. അനദർ ഓക്സോണിയം അയോൺ ഫോർമേഷൻ, അതിനെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളുടെ എസ്റ്റർ കിട്ടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ്സ് 2 തരത്തിൽ ചെയ്യാം. ഡീഹൈഡ്രേഷൻ ചെയ്യാം, ദെൻ റിയാക്ഷൻ വിത്ത് ആസിഡ് ക്ലോറൈഡ്സ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഹീറ്റ് ചെയ്യുക, ഇൻ ദ പ്രസൻസ് ഓഫ് P2O5 യു വിൽ ഗെറ്റ് ആസിഡ് അൺഹൈഡ്രേറ്റ്സ്. ആസിഡ് ക്ലോറൈഡ് ആകുമ്പോൾ HCl എലിമിനേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആസിഡ് അൺഹൈഡ്രൈഡ് കിട്ടും. ദെൻ ആൽഫ ഹാലജൻ, ഹെൽ-വോൾഹാഡ്-സെലിൻസ്കി റിയാക്ഷൻ. ആൽഫയിലുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഇത് വരും. ദാറ്റ് ഈസ് ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അവിടെ ആക്റ്റീവായ ആൾ PbR3 ആണ്. ആദ്യം ഹാലജനേഷൻ നടക്കും. ആദ്യം അസൈൽ ബ്രോമൈഡ് ഉണ്ടാവും, പിന്നെ അസൈൽ ബ്രോമൈഡിന് ഒരു ഈനോളൈസേഷൻ നടന്നിട്ട് ഈനോൾ ഫോമായി നിൽക്കും. ഇതാണ് അല്ലേ, ഈനോൾ ഫോം ആയി നിൽക്കും. പിന്നെ ആ ഈനോൾ ഫോം എന്ത് സംഭവിക്കും? ഹാലജനേഷൻ നടക്കും. വീണ്ടും ഹാലജനേഷൻ നടന്നിട്ട് ആൽഫ ഹാലജനേറ്റഡ് അസൈൽ വരും. ദെൻ എക്സ്ചേഞ്ച് അൺറിയാക്റ്റഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടാം, അല്ലെങ്കിൽ ഹൈഡ്രോളൈസ് ചെയ്താൽ കറസ്പോണ്ടിങ് കിട്ടും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ആ ബ്രോമിനെ നമുക്ക് പകരം വേറെ പല ഗ്രൂപ്പും നമുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഡീകാർബോക്സിലേഷൻ ബൈ ആക്ഷൻ ഓഫ് സോഡാലൈം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൽക്കെയിനാ കിട്ടുക വിത്ത് 1 കാർബൺ ലെസ്. ദെൻ കോർപ്സ് ഇലക്ട്രോളിസിസ് ഉണ്ട്. അവിടെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി ആനോഡിൽ ആൽക്കെയിൻ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആൽക്കെയിൻ കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് കുറേ ഡൈ കാർബോക്സിലിക് ആസിഡ് പഠിക്കാനുണ്ട്. ദെൻ ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിക്കാനുണ്ട്. കുറച്ച് ഒരു വലിയ ചാപ്റ്ററാണ്.